IPL റിലീസ് ലിസ്റ്റ് പുറത്തുവരാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വലിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സഞ്ജു സാംസൺ CSK ട്രേഡ് CSK ഉപേക്ഷിച്ചു എന്ന നിലയിലുള്ള റിപ്പോർട്ടായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത്. പിന്നീട് ഡൽഹി ആയിരുന്നു ട്രേഡിന് വേണ്ടി മുന്നോട്ട് വന്നത്. സഞ്ജുവിന് ബദലായി ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് ആയിരുന്നു ഡൽഹി ഓഫർ ചെയ്തത്. പക്ഷേ രാജസ്ഥാൻ സമീർ റിസ്വിയെ കൂടി കൂട്ടത്തിൽ ട്രേഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ് ഈ ട്രേഡ് നടക്കാതെ പോകുന്നതിന് കാരണമായി പറഞ്ഞത്. റിസ്വി അല്ലെങ്കിൽ അസുതോഷ് ആയിരുന്നു രാജസ്ഥാന്റെ ഡിമാൻഡ്. പക്ഷേ ഡൽഹി ഇതിന് തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും CSK ഒരിക്കൽ കൂടി മുന്നോട്ട് വന്നത്. ജഡേജയാണ് സഞ്ജുവിന് പകരമായി ട്രേഡ് ചെയ്യാൻ CSK റെഡി ആയിട്ടുള്ളത്. ബട്ട് ജഡേജയ്ക്കൊപ്പം ഡിവാൾ ബ്രവീസ് അല്ലെങ്കിൽ പതിരാന അല്ലെങ്കിൽ സാം കറൻ എന്ന ഡിമാൻഡ് പിന്നെയും രാജസ്ഥാൻ മുന്നോട്ട് വെച്ചു. ബട്ട് ബ്രവീസിനെയും പതിരാനെയും ട്രേഡ് ചെയ്യാൻ CSK തയ്യാറല്ല. സോ നിലവിൽ കാണുന്ന റിപ്പോർട്ട് പ്രകാരം 2 ദിവസത്തിനുള്ളിൽ മിക്കവാറും ഈ ട്രേഡ് നടന്നേക്കും എന്നൊക്കെയാണ് കാണുന്നത്. ജഡേജയും സാം കറനുമാണ് CSK ട്രേഡ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ CSK വിടാൻ ജഡേജയ്ക്ക് താല്പര്യമില്ല എന്ന നിലയിലുള്ള ന്യൂസും കാണുന്നുണ്ട്. സോ ഓവറോളായി ഒഫീഷ്യലായി എന്തെങ്കിലും നടന്നാൽ മാത്രമേ ഒരു ക്ലാരിറ്റി ഇതിൽ കിട്ടൂ. കാരണം ബാക്ക് ആൻഡ് ഫോർത്തായി ഒരുപാട് ന്യൂസുകൾ ഇതുപോലെ കാണുന്നുണ്ട്. സഞ്ജുവിന് വേണ്ടി പഞ്ചാബ് മാർക്കസ് സ്റ്റോയിനിസിനെ ട്രേഡ് ചെയ്യാൻ താല്പര്യം കാണിച്ചിരുന്നു എന്ന ന്യൂസും നേരത്തെ കണ്ടിരുന്നു. രാജസ്ഥാന്റെ ക്യാപ്റ്റൻസി ചോയ്സ് നോക്കിയാൽ ജയ്സ്വാളിനാണ് സഞ്ജു പോകുമ്പോൾ ക്യാപ്റ്റൻസി കിട്ടിയേക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. റിയാൻ പരാഗിന്റെ പേര് പോലും പറഞ്ഞു കേൾക്കുന്നില്ല. ഇനി ഹൈദരാബാദിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഹെൻറി ക്ലാസൻ ടീം വിട്ടേക്കുമെന്ന നിലയിലുള്ള ഊഹാപോഹങ്ങൾ വാർത്തകളായി കണ്ടിരുന്നു. ബട്ട് ക്ലാസൻ ടീമിൽ തന്നെ തുടരും എന്നാണ് ഹൈദരാബാദ് പറഞ്ഞത്.